തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ അധികാരത്തിൽ വന്നവർ ഇന്ന് ജനാധിപത്യമായ പ്രവർത്തനങ്ങളെ ഇന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഏറ്റവും അവസാനം ഇവിടെ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം അടക്കമുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ എന്താണ് ഭരണഘടന പറയുന്നത്? സംവരണം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയല്ല, സാമ്പത്തിക തുല്യത ഉണ്ടാക്കുന്ന പദ്ധതിയല്ല. മറിച്ച് ഇന്നലകളിൽ ഈ രാജ്യത്തെ പിന്നോക്കക്കാർ, ഈ രാജ്യത്തെ ദളിതുകൾ, ഈ രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾ അങ്ങനെയുള്ളവർ ഇന്നലകളിൽ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അവരെ അനുവദിക്കാതെ, വിദ്യാഭ്യാസം കൊടുക്കാതെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അകറ്റിയവരെ അവർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന പരിരക്ഷയാണ്, അവർക്ക് കൊടുക്കുന്ന പരിഹാരമാണ്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുവാൻ ഒരു കൈത്താങ്ങായി കൊടുക്കുന്നതാണ് സംവരണം. ആ സംവരണത്തെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഗൂഢാലോചനയാണ്, ഇത് ബ്രാഹ്മണിക്കൽ തിയറിയാണ്. ഈ ബ്രാഹ്മണിക്കൽ തിയറി നടപ്പിലാക്കുന്നതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും അടക്കമുള്ളവർ ഒന്നിച്ചൊന്നായി മുന്നേറുമ്പോൾ, ഒരേ തൂവൽപക്ഷികളെ പോലെ മുന്നേറുമ്പോൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം സിദ്ധാന്തങ്ങളും ഇത്തരം ആശയങ്ങളും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവർ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെമ്പാടും ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അത് അംബേദ്കറൈറ്റ് രാഷ്ട്രീയമാണ്. അംബേദ്കറൈറ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറയും അത് ഒരു മോശപ്പെട്ട ആശയമാണെന്ന്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ ആശയങ്ങൾ അങ്ങ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം പുലരുമ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ ആ നിലയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം ജനാധിപത്യത്തെ വ്യാഖ്യാനം ചെയ്യുന്നത് രക്തച്ചൊരിച്ചിലുകളില്ലാതെ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികമായ മേഖലയിൽ വിപ്ലവാത്മകമായ പരിവർത്തനം കൊണ്ടുവരുന്ന ഭരണകൂട വ്യവസ്ഥയാണ് ജനാധിപത്യമെന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് അംബേദ്കറുടെ ദാർശനികങ്ങൾ, അംബേദ്കറുടെ ചിന്തകൾ അതിനെ തടയിട്ടുകൊണ്ട് ഇന്നലകളിൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ വ്യവസ്ഥിതിയുണ്ടല്ലോ, ആ വ്യവസ്ഥിതി കൊണ്ടുവരുവാൻ ഇന്ന് ഇവിടെ മത്സരിക്കുകയാണ്. 3 മുന്നണികളും ഇന്ന് മത്സരിക്കുകയാണ്. ഇന്നലകൾ എന്തായിരുന്നു? ഈ രാജ്യത്തെ സാധാരണക്കാർ, ഈ രാജ്യത്തെ പാവങ്ങൾക്ക് അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, വഴി നടക്കുവാൻ അവകാശമില്ലായിരുന്നു, അവർക്ക് ദാഹജലം കുടിക്കുവാൻ പൊതു ജലാശയങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അവകാശമില്ലായിരുന്നു, വിദ്യ അഭ്യസിക്കുവാൻ അവകാശമില്ലായിരുന്നു, മാറുമറയ്ക്കുവാൻ അവകാശമില്ലായിരുന്നു, ആഭരണങ്ങൾ ധരിക്കുവാൻ അവകാശമില്ലായിരുന്നു. ആ ജനതയെ ഇന്നലകളിൽ ഈ നിലയിലേക്ക് കൊണ്ടുപോയ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയെ ഇന്ന് നെഞ്ചിലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വ്യവസ്ഥയെ വീണ്ടും രാജ്യത്ത് കൊണ്ടുവരാനുള്ള വിരലൂത്ത് നടത്തിക്കൊണ്ട് ആ ആശയങ്ങളെ രാജ്യമെനിക്കുന്ന പണികൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ജനാധിപത്യത്തിന്റെ പേരിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആ നിലയിലേക്ക് നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇതിനെ പ്രതിരോധിക്കുക എന്നത് രാജ്യത്തിന്റെ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇന്ത്യയിലെ പല പാർട്ടികൾക്കും തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലുടനീളം ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ, ജനാധിപത്യത്തെ പരിപാലിക്കുവാൻ, ജനാധിപത്യത്തെ അതിന്റെ പരിമിതികളും പോരായ്മകളും മാറ്റി കരുത്തുറ്റ ഒരു ഭരണഘടനയാക്കി മാറ്റിക്കൊണ്ട് ജനാധിപത്യത്തെ പുനഃസൃഷ്ടിക്കുവാനുള്ള, ജനാധിപത്യത്തെ മുന്നോട്ട് നടത്തുവാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ രാജ്യത്തെ സാമൂഹ്യമായി അസമത്വമായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയ ജനാധിപത്യത്തിലൂടെ ഒരാൾക്ക് ഓരോട്ടിന് ഒരു മൂല്യമായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഓരോട്ടിന്റെ ഒരു മൂല്യത്തെ ഇന്ന് ചില പിന്തിരിപ്പൻ ശക്തികൾ അതിനെ തകർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സാമൂഹ്യ മേഖലയിൽ ജനാധിപത്യമില്ല, സാമ്പത്തിക മേഖലയിൽ ജനാധിപത്യമില്ല, രാഷ്ട്രീയ മേഖലയിൽ ജനാധിപത്യമില്ല. അതേപോലെ മറ്റ് വിവിധ മേഖലകൾ എടുത്തു നോക്കിയാൽ ഈ മേഖലയിലൊന്നും ജനാധിപത്യമില്ല. ജനാധിപത്യത്തെ കുറിച്ച് ആർക്കും പറയുന്നില്ല. എല്ലാവർക്കും അധികാരമാണ് പ്രശ്നം.
അധികാരത്തിൽ കയറുവാനുള്ള കുറുക്കു വഴികൾ ആലോചിക്കുമ്പോൾ ജാതീയ വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട്, മതത്തിന്റെ പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട്, ലിംഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ഇന്നലകളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിച്ച തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയിരുന്നിട്ട് രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മുടെ പാർലമെന്റ്, നമുക്കറിയാം പാർലമെന്റിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ ഏറ്റവും അവസാനം പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ ജനാധിപത്യത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്ന ഒരു മേഖലയായി പാർലമെന്റുകൾ അധംപതിക്കുമ്പോൾ നമ്മുടെ ജുഡീഷ്യറികൾ ഇന്നോ നീതിബോധം പറയുന്ന ജുഡീഷ്യറികളുടെ പല വിധികളും ഇന്ന് ജനാധിപത്യം കാണുവാൻ കഴിയുന്നില്ല. പല വിധികളും അവസാനം നമുക്കറിയാം, അവസാനം റിപ്പോർട്ടർ ചാനലിന്റെ അർണാ ഗോസ്വാമിക്ക് തിടുക്കത്തിൽ ജാമ്യം കൊടുത്ത സംഭവം നാമൊക്കെ ഇന്നലകളിൽ പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ്, ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. എന്താണ്? സുപ്രീം കോടതിക്ക് അർണാ ഗോസ്വാമിയുടെ കാര്യത്തിൽ വലിയ തിടുക്കമാണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുവാൻ വലിയ പൗരബോധമൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു സുപ്രീം കോടതി. അതേ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 3.5 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ വിവിധ കേസുകൾ, UAP അടക്കമുള്ള കേസുകൾ, വിവിധ കേസുകളിൽ ഇന്ത്യൻ ജയിലിൽ കഴിയുന്നുണ്ട്. അവർക്ക് വിചാരണയില്ല, ജാമ്യം ലഭിക്കുന്നില്ല. അവരുടെ കാര്യത്തിൽ നമ്മുടെ പരമോന്നത കോടതികൾക്ക് നീതിബോധം ഉയരുന്നില്ല. കോടതികളുടെ നീതിബോധം എന്ന് പറയുന്നത് സെലക്റ്റീവായി പോകുന്നു. ചിലരുടെ കാര്യത്തിൽ മാത്രം കോടതിക്ക് നീതിബോധം ഉണരുമ്പോൾ ഇവിടെ പലരുടെയും കാര്യത്തിൽ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കാര്യത്തിൽ ഇവിടെ കോടതിയുടെ നീതിബോധം ഉയരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇവിടെ UP-യിലെ ഒരു പെൺകുട്ടി ഹർത്താസിൽ വളരെ മൃഗീയമായി പീഡിപ്പിച്ച, മരിക്കപ്പെട്ട, പച്ചയ്ക്ക് കത്തിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുവാൻ സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഇവിടുന്ന് പോകുന്നു. അദ്ദേഹത്തെ പോലീസ് തടയുന്നു. UAP അടക്കമുള്ള നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് തുറങ്കൽ അടയ്ക്കുന്നു. തുറങ്കൽ അടച്ചിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനോ കാണുവാൻ അനുവാദം കൊടുക്കുന്നില്ല. എന്താ അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ UP-യിലേക്ക് പോയി. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കോടതിയുടെ ഈ നീതിബോധം ഉയരുന്നില്ല. അതേപോലെ വരവര റാവു, സ്റ്റാൻ സ്വാമി അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഏതാണ്ട് 83 വയസ്സ് കഴിഞ്ഞ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ബോധക്ഷയം ഉണ്ടാകുന്ന, ആ തടവിൽ കഴിയുമ്പോഴും ബോധക്ഷയം ഉണ്ടാകുന്ന തരത്തിലേക്ക് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും അത്തരക്കാർക്ക് ജാമ്യം കൊടുക്കുവാൻ നമ്മുടെ കോടതികൾക്ക് കഴിയുന്നില്ല. ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളും നന്നായി ജനാധിപത്യ വിരുദ്ധ നിലയിലേക്ക് പോകുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ RBI എങ്ങോട്ടാണ് പോകുന്നത്? രാജ്യത്തിന്റെ ദേശീയ അന്വേഷണ ഏജൻസികൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ പാർട്ടി, അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഭരിക്കുന്നവർ അവരുടെ ശത്രുക്കളെ, അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ചില ഉപകരണങ്ങളായിട്ട് ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ കേരളത്തിലും അതേപോലെ പ്രാദേശികമായിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പലരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ പേരിൽ അരങ്ങേറുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളുടെ നീതിബോധം ഉയരേണ്ടതുണ്ട്. ജനങ്ങളെ ആ നിലയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തട്ടുകളായി തിരിച്ചുകൊണ്ട് രാജ്യത്ത് ജാതി കലഹങ്ങളും മതകലഹങ്ങളും വർഗീയ കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ കുറുക്കു വഴിയിൽ വോട്ട് നേടുവാനുള്ള പദ്ധതികൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല വോട്ട് പിടിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ GDP ഉയർത്തുന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് പാകിസ്ഥാനിൽ ഞങ്ങൾ മിന്നലാക്രമണം നടത്തി, പട്ടേലിന്റെ പ്രതിമ ഞങ്ങൾ സ്ഥാപിച്ചു, അയോധ്യയിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിഞ്ഞു, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. എന്ത് നിങ്ങൾക്ക് ഇന്ത്യയുടെ പട്ടിണി രാജ്യങ്ങളെ പട്ടികയെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ 94-ലേക്ക് പോയിരിക്കുക. എന്താ അതിന് പരിഹാരമില്ലേ? രാജ്യത്ത് ടൺ കണക്കിന് ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോ വർഷവും